അവിടെ എന്താന്ന് വെച്ചാൽ കൊടുക്ക. കപ്പയെ കൊഞ്ചോ അടിച്ച് കേറുക. എല്ലാവർക്കും എന്റെ പേര് തന്നെ കൊടുക്ക. സാർക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഒരു പോലീസുകാരുടെ അടുത്ത് പറഞ്ഞില്ല. മമ്മൂട്ടി ഇത് പ്രമയുഗ. എടാ ഫിനീഷ് നിന്റെ എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. കോളേജിനാവും 9 പോകാൻ പറ്റൂ. സ്റ്റേറ്റ് വിട്ടു പോകണ പ്രശ്നമാവും. എന്ത് ചെയ്യുന്നു? വ്ലോഗിങ് ആണല്ലേ. അൻവർ DYSP ബ്രാം ഘോഷ് റിട്ടയർഡ് ആകാൻ 2-3 മാസം കൂടെ ഉണ്ട്. എന്താണ് സജീദ് മുതലെടുക്കലാണ് സജീദ്? അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ശ്രദ്ധിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്ന എന്റെ നാട്ടിലാണ്. എന്റെ ഒരു പ്രിയ സുഹൃത്താണ് അശ്വന്ത് ബ്രോ. നമസ്കാരം. ഒരുപാട് നാളായി വിദേശത്തൊക്കെ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഒരുപാട് പേര് നമുക്കറിയാവുന്ന ഒരുപാട് പേര് സ്വന്തം ശബ്ദത്തിലൂടെ പുറത്തേക്ക് ഇടും. അപ്പൊ നമുക്ക് എല്ലാം കാണാം അല്ലേ? ഓക്കെ, വാ. അപ്പൊ നമ്മുടെ ഈ ഒരു പരിപാടി തുടങ്ങാൻ പോണ എല്ലാവരും ഞെട്ടാ റെഡിയാക്കി. എപ്പോഴും ഒരു ആശംസ പറയണ ആരായിരിക്കും? തുടങ്ങുന്ന ആരായിരിക്കും? പിഷാരടി ആയിരിക്കും. അതൊന്ന് തുടങ്ങല്ലേ, രമേശ് പിഷാരടി. ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഭയങ്കര യാദൃശ്യമായിട്ട് കിട്ടിയ ഒരു വേദിയാണ്. ഞാൻ ഇന്നലെ വീട്ടിലിരിക്കുമ്പോൾ എന്നെ പ്രജിൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ നമ്മുടെ പരിപാടിയുണ്ട്, ചേട്ടനൊന്ന് പറ്റുമെങ്കിൽ വരണം, ഒരു വ്ളോഗിങ് ആണ്. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് തിരക്കുള്ള ദിവസമാണ്, വരാൻ പറ്റില്ല. ഇവൻ പോകാൻ നേരത്ത് പറഞ്ഞു പ്രാർത്ഥിക്കാം. ഇവൻ പ്രാർത്ഥിച്ചു, ഉണ്ടായിരുന്ന പരിപാടി മുഴുവൻ ക്യാൻസൽ ആയിപ്പോയി. ഇന്ന് ഇവിടെ വരേണ്ടതായിട്ട് വന്നു. ഏതായാലും ഡയൽ കേരളയുടെ പ്രേക്ഷകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരുന്നു. സൂപ്പർ, അടിപൊളി 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 കേട്ടോ, അടിപൊളി. ഇതൊന്നുമല്ല, ഇനി അങ്ങോട്ട് വരുവാണ്. തമിഴും മലയാളവും എല്ലാവരും ഉണ്ട്, സൂപ്പർ സ്റ്റാർ ഒക്കെ ഉണ്ട്. അടുത്ത ആരാണ്? നമുക്ക് വിനയ് ഫോർട്ട്. ഒരുപാട് സന്തോഷം. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്നെ പ്രജിൻ വിളിക്കുന്നത്. എനിക്ക് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാനും പ്രജിനും തമ്മിൽ ഒരുപാട് നാളത്തെ ഒരു കണക്ഷൻ ഉണ്ട്. ഡയൽ കേരളയിലെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. എല്ലാവരും പെരുമാനി തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അടിപൊളി അടിപൊളി. ഇനി നമ്മുടെ ഒരു പുതിയ സംവിധായകൻ ഉണ്ട് അല്ലേ, പുള്ളി ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞത്. അല്ല, ഈ ധ്യാനിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു അഭിപ്രായമൊന്നുമില്ല. അവന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അവൻ വലിയ ഇന്റർവ്യൂ സ്റ്റാർ ആണെന്നും പറഞ്ഞാണ് അവൻ നടക്കുന്നത്. അവന് മാത്രമേ അറിയാവുള്ളൂ. നമുക്കൊക്കെ അറിയാം ഇവൻ എന്താണ് എങ്ങനെയാന്നുള്ളതൊക്കെ. ഏതൊരു ഇന്റർവ്യൂ ഇട്ടാലും എന്നെ എടുത്തിട്ട് ചുമ്മാ കബൂറാക്കുക, അല്ലെങ്കിൽ എന്നെ വലിച്ചു കയറി ഒട്ടിക്കുക എന്നുള്ളതാണ് ആളുടെ ഒരു ലൈഫ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഏതെങ്കിലും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ നേരത്തെ ഇവന് വല്ല പൊട്ടന്റെ മണ്ടന്റെ മന്ദോതിലൊക്കെ റോളൊക്കെ വെച്ച് എഴുതി കൊടുത്തിട്ട് വന്ന് ചെയ്തോണ്ടോ പറയും. നമുക്ക് അങ്ങനെയല്ലേ റിവെഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പോരെ. അടുത്ത നമുക്ക് നമ്മുടെ ഇപ്പൊ ഒരു ചെറുപ്പക്കാരനൊരു പയ്യൻ വന്ന് മലയാള സിനിമയെ മൊത്തം ഞെട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. നസ്ലിൻ, നമ്മുടെ സ്വന്തം നസ്ലിനാണ്. കോമഡിയാ. നിനക്ക് ഞാൻ ഈ പറയുന്നൊക്കെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അനുഭവം കൊണ്ട് പറയുന്നതാണ് മുന്നേ. അവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ തന്നെ അവള് പോയി പറഞ്ഞു. നിനക്ക് മറ്റേ ഡയലോഗ് പറയുന്നില്ല ഒരു ഭംഗിക്ക്. നിനക്ക് എന്നെയൊക്കെ നല്ല ചെക്കനെ കിട്ടൂന്ന്. അടിപൊളി അടിപൊളി. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് സിനിമ എല്ലാരും കണ്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ്. അതിനകത്തൊരു മെയിൻ കഥാപാത്രം അല്ലേ? അതെ. അപ്പൊ ആരാന്ന് കണ്ടോ? നമ്മുടെ മെയിൻ സുഭാഷാണ് വരാൻ പോകുന്നത്. അല്ല, എന്താണ് മച്ചാനെ, നിങ്ങൾ കണ്ടോ മഞ്ഞുമല? കണ്ടില്ലെങ്കിൽ പോയി കാണണം. ഇപ്പോൾ OTT-യിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പടം. അതിനകത്ത് മഞ്ഞുമൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഒരു മൂവിയാണ്. കാരണം ഒരുപാട് നല്ല ഡയറക്ടർമാർ, റൈറ്റേഴ്സൊക്കെ നമ്മുടെ പടത്തിൽ കാസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു സിനിമയാണ്. വെൻ തിങ്സ് ആർ ഗോയിങ് റിയലി ബാഡ് ഫോർ യു, നമുക്ക് ജീവിതത്തിൽ കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അടിപൊളി അടിപൊളി, കൊള്ളാം. മറ്റേ ഷൈൻ ടൗൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ആ ഒരു അതിപ്പോ ചേട്ടൻ എൻ്റെ സംസാരിച്ചു. ഞാൻ ഷൈൻ ചേട്ടൻ. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട്? എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചാനലിൽ നിന്ന് വന്നാണ്. ചേട്ടൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചാനൽ പേരൊന്നുമില്ലേ? ചാനൽ പേരുണ്ട്, ഡയൽ കേരള എന്നാണ് പേര്. ഡയൽ കേരള. എന്താ നമ്മുടെ ഒരു ബേസ്? എന്താണ് ഡയൽ കേരള എന്ന് പറയുന്നത്? നമ്മുടെ ബേസ് എന്താ പറയുന്നത്? നല്ല നല്ല ആൾക്കാരുടെ ഇന്റർവ്യൂ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നല്ല നല്ല ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കുന്നതാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാൻ വന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതെ അതെ, അങ്ങനെ വന്നാണ്. കുഴപ്പമില്ല. അത് നല്ല എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് കേട്ടോ. നമ്മുടെ അടുത്ത പടങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. എല്ലാരും പോയി കാണണം. കണ്ടാലേ പടം വിജയിക്കൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ടത്തിലാവും. അടിപൊളി. ഇപ്പൊ സംസാരിക്കാനാണ് ഒരുപാടുണ്ട്. നമുക്കൊരു കാര്യം പറയട്ടെ, ഓരോരുത്തരെ മാരത്തോൺ ബോർഡിലങ്ങ് പിടിച്ചാലോ? പട്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഓരോരുത്തരെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നമ്മുടെ പടത്തിലെ അർജുന അശോകനെ തന്നെ. ഇത് രണ്ട് കരുക്കള്, ഇത് രണ്ട് പകിടം. എറിയുമ്പോൾ വിഴുന്നിട്ടുണ്ടെന്ന് നോക്കി കരുനീക്കണം. ആദ്യയുടെ കരുവത്തിനാണ് വിജയിക്കും. മമ്മൂട്ടി. ഇത് പ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. അടിപൊളി. അപ്പൊ അതിനകത്ത് നമുക്ക് ജോജു. നിന്നെ കണ്ടോ? നിന്നെ ഓങ്ങി വെച്ചാ നീ ബിസിയോ ചെയ്യൂടാ? നീനെ പിടിച്ച് ചോദിക്കണല്ല. പേര് ആന്റണി, അവരുടെ ലോക്കൽ ഗാർഡിയൻ. ചാക്കോച്ചൻ. കമ്പി അരച്ചത് ഇവന്റെ കൈ കൊണ്ട് പറഞ്ഞാലും
കേസെടുത്ത് ചവിട്ടി പ്രകാശിന്റെ പേരിലാണ്. ചത്തോനും കുത്തോനും സ്വന്തം പാർട്ടിക്കാരായതുകൊണ്ട് കേസ് ചവിട്ടിന്റെ പേരിലായി. ഓക്കെ, അടുത്തത് പ്രണവ് മോഹൻലാൽ. മോശം വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പൊറോട്ട എനിക്ക് ഇഷ്ടമാണ്. ഇന്ന് രാത്രി ഞാൻ നില കേട്ടിട്ട് പൊറോട്ട കിട്ടുന്ന സ്ഥലത്ത് കഴിക്കാൻ പോകുന്നു. പെപ്പെ. സത്യം പറഞ്ഞാൽ സിനിമയുടെ മാറ്റം എന്ന് പറഞ്ഞെങ്കിൽ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഒരു 3-4 വീട് അപ്പുറത്ത് അങ്ങനെ കല്യാണം നമ്മൾ വിളിക്കാറില്ല. ടൊവിനോ. മുണ്ടൊടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ഈ മാരത്തോൺ ലിസ്റ്റിലുള്ള എല്ലാം നമ്മുടെ മലയാളികൾക്ക് വേണ്ടപ്പെട്ട അല്ല അറിയപ്പെടുന്ന വലിയ വലിയ താരങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ആസിഫ് അലിയിലോട്ട് പോവാം. അടുത്ത് അതിനിപ്പോൾ ഇത്ര വലിയൊരു അവരെന്തൊക്കെയുണ്ട് കൃഷി എന്നെ ഒരു 100 തവണ അടിച്ചാൽ ഒരു ടീമിൽ ഞാൻ തിരിച്ചടിക്കും. കൊള്ളാം. അടുത്ത വിനായകൻ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. സാർക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് ഒരു പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞില്ല. പയ്യനൊരു പോലീസുകാരനായിരുന്നല്ല അവന് ഉയരോടെ വെച്ച എന്നൊക്കെ അത് യൂസ്ഫുൾ ആണെന്ന് നനച്ച മനസ്സിലായോ? അടിപൊളി അടിപൊളി. അടുത്തത് പൃഥ്വിരാജ്. 4 പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? മാംസം കടത്തിയതിനൊരാളെ ആ കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് യുവാവ് കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരാദിവാസി യുവാവിനെ ആൾക്കൂട്ടം ചേർന്ന് തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. സൂപ്പർ സൂപ്പർ. അടുത്തത് നിവിൻ പോളി. ഈ കാണുന്ന മരയൊക്കെ കുത്തി തുറന്ന് കാട് നികത്തിയും പാടം നികത്തിയും കിട്ടുന്നതിന്റെ കാരണം നമുക്ക് വേണോ ചെയ്തേ വേട്ടാ? മാളൂരിന്റെ ഒരു തരി മണ്ണോ മനസ്സോ കയ്യേറ്റാണോ നിന്റെ ശ്രമം? സൂപ്പർ. ദുൽഖർ. ഇത് ഗാന്ധിഗ്രാമം, ഇത് കൊത്തെ. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. ഉണ്ണിമുകുന്ദൻ. അപ്പോൾ മാളികപ്പുറത്തിന് ശബരിമലയിൽ പോകണം, അയ്യപ്പനെ കാണും, വഴിയിടകം. ഇതൊക്കെ റിസ്ക്കാണ് സ്വാമി. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലെങ്കിലും ഒരുപാട് താങ്ങി പിടിച്ച് കയറ്റാൻ നോക്കിയതല്ലേ. അപ്പോളേ ആ കുട്ടികളെ മനസ്സിൽ ഞാനിപ്പോഴും അയ്യപ്പനാ. സ്വാമി ശരണം. സൂപ്പർ സൂപ്പർ. നമുക്ക് തമിഴിലോട്ട് പോവാം. ஓகே ஓகே. ധനുഷ്. ஒருத்தர் தூங்கி இருக்கும்போது ஒரு கொசு வந்து கடிச்சு வச்சுக்க அந்த கொசு பெருளாவது. ஒரு நாள் மூழ்ச்ச சொல்ல கடிக்கும் போது பட்டம் அடிச்ச பட்டம் போயிடும் ஒரு நாள். இஃப் யூ ஆர் பேட். അടിപൊളി. അടുത്ത വിക്രം. நம்ம வாழ்க்கையில் சும்மா ஏதோ ஒரு பணக்காரன வம்சத்தினோட வாழ்க்கை கூடாது, ஒரு வாற்றை வரலாறு வாழ வைக்கிறேன். ഓ അടിപൊളി. ഒന്ന് കണ്ണടച്ച് കേട്ട് നോക്കി. എല്ലാം കറക്റ്റ് അടിപൊളി. അടുത്തത് വിജയ് സേതുപതി. அன்வர், உனக்கு தெரிஞ்சவன் உன் ஃப்ரெண்ட் ஒரு பொண்ணு லவ் பண்ணி வச்சுக்கோயே, அந்த பொண்ணை அப்படியே அவன் கூட அங்கேயே விட்டு விலகிட்டு போன உனக்கு அந்த பொண்ணை எவ்வளோ பிடிச்சாலும் சரி, அதை விட நான் பேசு நீ பேசு, நான் மெசேஜ் பண்ண நீ மெசேஜ் பண்ண, நான் கால் பண்ண நீ கால் பண்ண, நான் வெளியே கால் பண்ண நீ வெளியே கால் பண்ண, இதுக்கெல்லாம் பேர் என்ன தெரியுமா? எச்ச. അടിപൊളി സൂപ്പർ. അടുത്ത സൂര്യ. ஒடுக்கிட்ட சூரிய பேசுற ரொம்ப அழகா இருக்க. உன்னை பார்க்கறதுக்கு எல்லா டால்கேரளா ஃபேன்ஸுக்கும் എന്നോട് നന്ദി വണക്കം. എല്ലാവരും കണ്ണടച്ച് കേട്ടോ. എല്ലാം അടിപൊളിയാണ്. അടുത്ത നമ്മുടെ കമലഹാസൻ സാർ. One man journalism is another man's revolution. നേരത്തെ സ്വതന്ത്രവാദിയുടെ രഹസ്യ പാഠം, ഇന്നേക്ക് ദേശീയ ഗീതം. Tomorrow we will be sung for what we have done. അടുത്തത് റോക്കിംഗ് സ്റ്റാർ യശ്. ഏതെങ്കിലും 10 പേരെ തല്ലിയ ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണ. ഉലയിലൂതി ഊതി അടിച്ചടിച്ച് അവരാ ഇരുമ്പിനെ കത്തിക്കൊന്നല്ലേ അറിയൂ. അടിപൊളി സൂപ്പർ. അടുത്തത് നമ്മൾ വിട്ടുപോയ ഒരാളുണ്ട്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമഡി സ്റ്റാർ അല്ലെ, സലിം കുമാർ. എന്താ പേര്? പ്രജിൽ. നല്ല പേര്. എന്ത് ചെയ്യുന്നു? വ്ളോഗിംഗ് ആണല്ലേ. ആസ് വെൽ as the reason is possible. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, എന്റെ കയ്യിൽ ആവശ്യത്തിന് അധികമുള്ളത് പണമാണ്. ആസ് വെൽ as the reason is possible. നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരണോ? ആരെങ്കിലും ചെയ്ത് പറഞ്ഞു പറഞ്ഞാൽ മതി. എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ദളപതി വിജയ്. என்னை பார்த்த தமிழ்நாட்டில் இந்த கேள்வியை கேட்க முதல் நீதான். ஒரு வாட்டர் முடிவு பண்ணிட்டா என் பேச்சு நானே கேட்க மாட்டேன். അടിപൊളി അടിപൊളി. അടുത്തത് നമ്മുടെ രജനികാന്ത്. ரொம்ப தூரம் போயிட்டேன். ஃபுல்லாக முடிச்சாதான் திரும்ப வர முடியும். ஹுக்கும் ടൈഗർ കാ ഹുക്കും. അടിപൊളി അടിപൊളി സൂപ്പർ. അടുത്തത് സൈജു കുറുപ്പ്. ആടിനകത്ത് സൈജു. ആടിനകത്ത്. ഇങ്ങനത്തെ ചാണക കേസിനൊക്കെ ഷായി പാപ്പൻ കാണോ സാറേ? ഞാൻ പറയും ഷായിട്ടോ, ഞാൻ ഇതിന്റെ കോഴി കേട്ടോ. അടിപൊളി അടിപൊളി. അടുത്ത നമ്മുടെ ഷായി പാപ്പൻ. ഷായി പാപ്പൻ പറഞ്ഞ ഷായി പാപ്പൻ അങ്ങ് ഹൈ റേഞ്ച്. ഈ കൊണ്ടുപോയി ഞങ്ങളുടെ കപ്പില്ലയോ, അത് തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി തന്നെ വന്ന ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസർ, അവന്റെ ഒപ്പം ലൂസിഫർ മാത്രം വന്നു. ആപ്പം കപ്പും കൊണ്ടേ പോത്തു. ഓക്കെ. അടുത്ത് സണ്ണി. ഇതോടൊപ്പം നീ ഗജരാജമുത്ത് കടയങ്ങ് ഹൈ റേഞ്ചിലാണെങ്കിലും
അങ്ങ് പാരീസിൽ പോയി ചോദിച്ചറിയാം സാത്താനെ. അവന്റെ അമ്മയുടെ ഒരു ഗജരാജമുത്ത് ഇറങ്ങിപ്പൊക്കോണം സാത്താന്റെ ഹൈറേഞ്ചിന്ന്. അടിപൊളി അടിപൊളി. അപ്പൊ എന്റെ തൊട്ടടുത്ത് ദിലീപേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് ദിലീപേട്ടനെ സംസാരിക്കാം. ദിലീപേട്ടൻ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ സിനിമ? പുതിയ സിനിമ കണ്ടു? പിന്നെ കണ്ടു. അടിപൊളി അടിപൊളി പടം, നല്ല പടമാണ്. അതെ അതെ അതെ, ഭയങ്കര റെസ്പോൺസാണ്. നല്ല റെസ്പോൺസ്. ഭയങ്കര റെസ്പോൺസ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങള് ദിപ്പുട്ടിൽ വന്ന് പുട്ട് കഴിച്ചിട്ടുണ്ട്. പുട്ട് കഴിച്ചു. ആ, എടപ്പള്ളി കഴിച്ചിട്ടുണ്ട്. ഞാനും കൂടെ. അതെ അതെ അതെ, എന്തായാലും കൊള്ളാം. എന്താ നമ്മുടെ ചാനലിന്റെ പേര്? ഡയൽ കേരള. ഡയൽ കേരള. എന്താ കോൺസെപ്റ്റ്? നല്ല നല്ല ഇങ്ങനെയുള്ള ഇന്റർവ്യൂ, നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ എന്നെ വിളിച്ചതിൽ ഒരുപാട് അടിപൊളിയാണ്. ഒരു വർഷം മുമ്പ് കണ്ടപ്പോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട്, സൗബീക്കയുടെ ഒരു 3 പടത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട് അന്ന്. ഇപ്പൊ എത്ര? 10. ഇപ്പൊ 10 പടത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, റെഡി? സൗബിക്കടി ഇപ്പൊ റീസെന്റ് മഞ്ഞുമ്മൻ ബോയ്സ് എന്ന് പറഞ്ഞ ചിത്രം അതിനകത്തുണ്ട്. 5 ദിനം വരെ പോയിട്ട് പെണ്ണുകളെ ഉറപ്പായിട്ടും പിന്നെ നേരത്തെ എടാ ഫിനീഷ് നിന്റെ എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. കോളേജിനാകും 9 പേർക്കല്ലേ പോകാൻ പറ്റൂ. സ്റ്റേറ്റ് വിട്ട് പോകണ പ്രശ്നമാവും. വണ്ടി ബുക്ക് ചെയ്തപ്പോൾ തന്നെ 10 പേരുണ്ടായിരുന്നു. ആ സുഭാഷ് എങ്ങനെയാണ് എപ്പോഴും നോക്കിയത് സാർ. അവൻ്റെ വീട്ടിൽ പോയിട്ട് എന്ത് പറയും സാറേ? അവൻ്റെ എങ്ങനെയാണ് നാട്ടിൽ പോവും. അവൻ്റെ അമ്മയുടെ എന്ത് പറയും? അവനോട് പോകാൻ പറ്റില്ല സാറേ. നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഓക്കെ, അടുത്ത നമ്മുടെ യൂത്ത് ഒരു യുവ നടൻ ഷൈൻ നിഗം. ഓക്കെ, എന്താണ് സജീദ്? മുതലെടുക്കലാണ് സജീദ്. എനിക്കൊരു ചിക്കൻ ഇഷ്ടമാണ്, ഭയങ്കര അടുപ്പത്തിലാണ്. അപ്പോൾ അവൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വീട്ടിലെല്ലാം വന്ന് വീട്ടിൽ പോയി സംസാരിക്കണമെന്നാണ്. അവളുടെ അച്ഛൻ മരിച്ചപ്പോൾ ഉള്ള ചേച്ചിയുടെ ഭർത്താവിനടുത്ത് കാര്യം പറഞ്ഞാണ് അവൾ പറയണത്. താൻ ഈ സിറ്റുവേഷൻ മുതലെടുക്കാണ് സജി. എന്ത് ചെയ്തിട്ട് താൻ മെനയാളില്ലല്ലോ. സൂപ്പർ. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ പിന്നെ മറ്റേ ജിനു ജോസ് അദ്ദേഹത്തിന്റെ 5-ാം അൻവർ DYSP ബ്രാം ഘോഷ് റിട്ടയർഡ് ആകാൻ 2-3 മാസം കൂടെ ഉണ്ട്. വൈകിട്ട് ക്ലബ്ബിൽ നിന്ന് റമ്മി കഴിഞ്ഞ് താമസിച്ചവരുള്ളെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. രാവിലെ കാണാത്തോണ്ട് ഭാര്യ അല്പം പാനിക്കായി. താനൊന്ന് കയറി നോക്കടോ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ മൂന്നാറിൽ ടൂറിനാണല്ലോ. ഈ കേസിനൊരു തീരുമാനമാവുന്നത് വരെ യുവർ ഡ്യൂട്ടി ടൈംസ് റിമെയിൻസ് ദ സെയിം. പറഞ്ഞത് മനസ്സിലായോ? അടിപൊളി, മനസ്സിലായി. അടിപൊളി, സൂപ്പർ. ഓക്കെ, ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റിയാസ് ഖാൻ ഒരു അടിപൊളി ഡയലോഗ് ഇപ്പൊ വരും. ഓക്കെ, അവിടെ എന്താന്ന് വെച്ചാൽ കൊടുക്ക, കപ്പയെ കൊഞ്ചോ അടിച്ച് കേറുക, എല്ലാവർക്കും എന്റെ പേര് തന്നെ കൊടുക്ക. അടിപൊളി, കറക്റ്റ്, അടിപൊളി. അയ്യോ, റിയാസ് ഖാന്റെ കൂടെ അങ്ങനെ ഒരു വേദിയിൽ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച ഡയലോഗ് ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. അടിപൊളി, പക്ക അടിപൊളിയാണ്. ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ആവേശത്തില രംഗണ്ണനും നമ്മുടെ അമ്പാനൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, മോനെ നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണം. അതെ, നിങ്ങൾ ആരും കാണുന്നത്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കഴിവുകൾ അണ്ണനുണ്ട്. ഗുണ്ടയിലായിരുന്നെങ്കിൽ എവിടെ തന്നെ ആളാന്നറിയുള്ളൂ. അങ്ങനെ കഴിവേ. അമ്പാനെ ഇവരെ കാണുമ്പോൾ ഞാൻ കോളേജ് കാലം ഓർമ്മ വരും. അല്ലണോ, അണ്ണന് കോളേജിൽ പോയിട്ടില്ലല്ലോ. ഇവന്മാരും പോകുന്നില്ലല്ലോ അമ്പാനെ. എല്ലാ കള്ള മക. അടിപൊളി, സൂപ്പർ, അടിപൊളി. എല്ലാവരെയും ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു. അശ്വന്തേ, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ വന്നിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷം കഴിഞ്ഞല്ലേ? മറ്റേ വീഡിയോ 2 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ചേട്ടനെ ഞാൻ ആ മിമിക്രി ചെയ്യുന്ന ടൈമിൽ ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ നിർത്തി വെച്ചിരിക്കുവായിരുന്നു. അവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്തത്. അനിയത്തി ഉണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ട്. ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ 10 മാസത്തിനിടെ ഒരു 10-17ഓളം യാത്രകൾ പുറത്തേക്ക് അബ്രോഡ് ഷോസ് ചെയ്യാൻ പറ്റി. പുറത്ത് ഷോസ് ചെയ്തു. ഗൾഫ് കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയി ചെയ്തു. ഇസ്രായേൽ പോകാൻ പറ്റി. ഇപ്പൊ ഈ 16-ാം തീയതി ഓസ്ട്രേലിയക്ക് പോകും. സെലിബ്രിറ്റി ഷോസിന്റെ ഭാഗമാകാൻ പറ്റി. അങ്ങനെ ഈ ലാലേട്ടനെ മമ്മൂക്കടെ കൂടെ ഷോ ചെയ്യാൻ പറ്റി. നാദൃഷിക്കയുടെ കെയർ ഓഫിലാണ്. ഇപ്പൊ നാദൃഷിക്കയുടെ ടീമിൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അതൊന്നും കൊണ്ടല്ല, കഴിവ് കൊണ്ട് മാത്രമാണ്. കാരണം നമുക്കിപ്പോ കേൾക്കുമ്പോൾ അറിയാലോ, ഇത് സ്റ്റേജിലും കൂടി ആകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. മ്യൂസിക്കും അതൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് പേരെ ചെയ്യും. മറ്റേ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യും. അത് നമ്മളിപ്പോ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്. ബ്രോ, അപ്പൊ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഉറപ്പായിട്ടും. താങ്ക് യു.